ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഉറങ്ങാനുള്ള 5 കാരണങ്ങൾ. നല്ലൊരു ഉറക്കത്തോളം സുഖകരമായ അവസ്ഥ മറ്റൊന്നില്ല. പകലന്തിയോളമുള്ള അധ്വാനത്തിനൊടുവിൽ സുഖമായെന്നുറങ്ങാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഗാഢനിദ്രയുടെ സുഖം പറഞ്ഞറിയിക്കാനാവില്ല. ശരീരത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ഉറങ്ങുന്നതുകൊണ്ട് നമുക്ക് ചില ഗുണങ്ങളുണ്ട് എന്ന് കരുതി കുംഭകർണനെ പോലെ ഉറങ്ങിയാൽ പണിപാളും. രാത്രി 6 മണിക്കൂറിൽ കുറവ് ഉറങ്ങുന്നവരുടെ ആയുർദൈർഘ്യം കുറയാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ദിവസം 8 മണിക്കൂർ ഉറക്കമാണ് ആരോഗ്യകരമായ ശരീരം ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്. ശരീരവേദനകൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഉറക്കം നല്ലൊരു മരുന്നാണ്. സൗന്ദര്യം ആഗ്രഹിക്കുന്നവർക്കും നല്ല സൗന്ദര്യവർദ്ധക വസ്തുവിന് സമമാണ്. ഉറങ്ങുന്ന സമയം ശരീരം ഒരു വളർച്ചാ ഹോർമോൺ പുറത്തുവിടുകയും ഇത് കൊളാജിൻ എന്ന പ്രോട്ടീന്റെ ഉൽപ്പാദനം കൂട്ടുകയും അതുവഴി തിളങ്ങുന്ന ചർമ്മം ലഭിക്കുകയും ചെയ്യും. ഉറക്കമൊഴിക്കുന്നതിലൂടെ നമ്മുടെ കോശങ്ങളിലെ ക്ലോക്ക് ജീനുകളിൽ മാറ്റം വരുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. ഈ ജീനുകളിലെ മാറ്റം പൊണ്ണത്തടിക്കും ടൈപ്പ് 2 പ്രമേഹത്തിനും കാരണമാകുന്നുവെന്നും ഗവേഷകർ പറയുന്നു. നമ്മൾ ഓരോ ദിവസവും എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ഉറങ്ങുന്നു എന്നതിനെയെല്ലാം സ്വാധീനിക്കുന്ന നിരവധി അവസ്ഥകളിലൊന്നാണ് ഉറക്കമില്ലായ്മയും സുഖകരമല്ലാത്ത ഉറക്കവും. നല്ല ഉറക്കത്തിന് എത്ര മണിക്കൂർ ഉറങ്ങണം എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ല. പ്രായപൂർത്തിയായ ഭൂരിഭാഗം ആളുകൾക്ക് 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമായി വരുന്നു. മറ്റുള്ളവരിൽ 6 മണിക്കൂർ തന്നെ മതിയാകും. ഉറങ്ങുന്നതിനായി കൂടുതൽ സമയം കിടക്കയിൽ ചിലവഴിക്കുന്നതും നല്ലതല്ല. ഉറക്കക്കുറവുള്ളവരിൽ രക്തസമ്മർദ്ദത്തിനും ഹൃദ്രോഗത്തിനും സാധ്യതയേറെയാണ്. വിഷാദം, വാഹനാപകടങ്ങൾ എന്നിവയ്ക്കും കാരണമായേക്കാം. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും തകരാറിലാകാൻ ഇടയുണ്ട്. ആരോഗ്യകരമായ ഉറക്കത്തിനുമുണ്ട് ചില ലക്ഷണങ്ങൾ. സമയത്തിന് എഴുന്നേൽക്കുകയും ഉന്മേഷം തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യകരമായ ഉറക്കമാണ്. എന്നാൽ ഉറക്കച്ചടവോടെയും അസ്വസ്ഥതയോടെയുമാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഉറക്കപ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉറക്കം കിട്ടുന്നതിനായി ഗുളികകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും ദിനംപ്രതി കൂടുകയാണ്. ജീവിതശൈലിയിലും ആഹാരകാര്യങ്ങളിലും ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാനാവും. വാഴപ്പഴം കഴിക്കുന്നത് ഉറക്കം കിട്ടാൻ സഹായിക്കും. വാഴപ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പേശികളെ ശാന്തമാക്കും. ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വിറ്റമിൻ B6 നിങ്ങളുടെ ശരീരത്തിലെ മെലാറ്റിനിൻ അളവ് വർദ്ധിപ്പിക്കുന്നു. അതിലൂടെ വിട്ടുമാറാത്ത ഉറക്കമില്ലായ്മ ഇല്ലാതാക്കാം. രാവിലെ ചെറി ജ്യൂസ് കഴിക്കുന്നത് ഉറക്കത്തിന് ഏറെ നല്ലതാണ്. കാരണം ഇതിൽ ശരീരത്തിന്റെ ഉറക്കത്തെ നിയന്ത്രിക്കുകയും ഊർജ്ജസ്വലത നിലനിർത്തുകയും ചെയ്യുന്ന മെലാറ്റിനിന്റെ അളവ് കൂടുതലാണ്. മെലാറ്റിനിന്റെ അളവ് കൂടുതലുള്ള മറ്റൊരു പഴവർഗ്ഗമാണ് മുന്തിരി. ധാന്യങ്ങൾ ആഹാരമാക്കുന്നതിലൂടെ ഇതിലടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് രക്തത്തിലെ ട്രിപ്റ്റോഫന്റെ അളവ് കൂട്ടുന്നു. അത് ഉറക്കത്തെ സഹായിക്കും. ബദാം കഴിക്കുന്നതും നല്ലതാണ്. ബദാമിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അത് ഉറക്കത്തിന് സഹായിക്കുകയും നിങ്ങളുടെ പേശികളെ ശാന്തമാക്കുകയും ചെയ്യും. ധാരാളം പൊട്ടാസ്യവും പ്രോട്ടീനും ഇതിലടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ങ് നിങ്ങളുടെ പേശികളെ ശാന്തമാക്കുകയും നിദ്രയിലേക്ക് നയിക്കുകയും ചെയ്യും. നല്ല തണുത്ത പാൽ കുടിക്കുന്നതും ഉറക്കത്തെ സഹായിക്കും. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഓട്സിനെ പോലെയുള്ള ആഹാരങ്ങൾ പാലിൽ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണെന്ന് പരീക്ഷണങ്ങൾ തെളിയിക്കുന്നു. മാത്രവുമല്ല, കാൽസ്യം അടക്കം നിരവധി ധാതുക്കളും പാലിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ നിങ്ങളുടെ ഉറക്കത്തെ ഏറെ സഹായിക്കുന്നു. ഉറക്കം സുഖകരമാക്കാൻ അത്താഴം കഴിഞ്ഞയുടൻ ഉറങ്ങരുത്. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറെങ്കിലും ഇടവേള നൽകുക. രാത്രി ഭക്ഷണം വളരെ കുറച്ചു മാത്രം കഴിക്കുന്നതും ഉറക്കം കിട്ടാൻ നല്ലതാണ്. കിടക്കുന്നതിനു മുൻപ് കുളിച്ച് ശരീരം ശുചിയാക്കി കിടക്കുന്നതിലൂടെ നല്ല ഉറക്കം ലഭിക്കും. ഇത് സമ്മർദ്ദം അകറ്റുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും. കൃത്യമായി ഒരു സമയത്ത് തന്നെ ഉറങ്ങി ശീലിക്കുന്നത് ഉറക്കത്തിൽ ചിട്ട വരുത്തുകയും മതിയായ ഉറക്കം ലഭിക്കുകയും ചെയ്യും. കൃത്യസമയത്ത് കിടക്കുന്നതുപോലെ എഴുന്നേൽക്കാനും കൃത്യസമയം കണ്ടെത്തുക. രാത്രി നന്നായി ഉറക്കം കിട്ടിയാൽ അടുത്ത ദിവസം അലാറമില്ലാതെ തന്നെ എഴുന്നേൽക്കാനാകും. ഒരു ദിനം വർക്കൗട്ടിലൂടെ ആരംഭിക്കുന്നതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് വൈകുന്നേരത്തെ വർക്കൗട്ടിനും. ഇതിലൂടെ ആ ദിവസം നേരിട്ട സമ്മർദ്ദങ്ങളില്ലാതായി കൂടുതൽ കലോറി ശരീരത്തിന് ലഭിക്കും. അതിലൂടെ നല്ല ഉറക്കവും ലഭിക്കും. ഉറക്കത്തിനു മുൻപുള്ള വായന ഒഴിവാക്കുക. ബെഡിൽ കിടന്ന് വായിക്കുന്നത് നല്ല ഉറക്കം കിട്ടുന്നതിന് തടസ്സമാകും. പൂർണ്ണമായും ഇരുട്ടു നിറഞ്ഞ മുറിയിൽ തന്നെ കിടക്കുന്നത് നല്ല ഉറക്കം നൽകും. തലയിണയും ഷീറ്റുകളും ബ്ലാങ്കറ്റുമെല്ലാം വൃത്തിയായി ഇടുന്നതിലൂടെ നല്ല ഉറക്കവും ലഭിക്കും. ഉറക്കത്തിനു മുൻപ് ചായ, കാപ്പി മുതലായവ കുടിക്കുന്നത് ഒഴിവാക്കുക. ഇവയിലെ കഫീൻ ഉറക്കത്തെ അകറ്റും. തേനിൽ ധാരാളം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്. തലച്ചോറിൽ നിങ്ങളെ ഉണർന്നിരിക്കാൻ സഹായിക്കുന്ന ഒറെക്സിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനത്തെ ഗ്ലൂക്കോസ് നിർത്തിവെക്കുന്നു. പക്ഷേ തേൻ അധികം കഴിക്കുകയും അരുത്. ഉറങ്ങുന്നതിനു മുൻപ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതും നല്ലതാണ്.